ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ NIOSൻ്റെ ക്ലാസ് 12-ലെ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 14th ചാപ്റ്ററാണ് ഈ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോം. അപ്പോൾ ഈ പോം എഴുതിയിരിക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോയറ്റാണ്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1874 മാർച്ച് 26-ലാണ്. മരണം 1968-ലാണ്. അപ്പോൾ അദ്ദേഹത്തിന് 4 പുലിറ്റ്സർ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ പോമിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ ഓഫ് പോംസ് ഉണ്ട്. മൗണ്ടൻ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പോംസിൽ ആദ്യത്തെ പോമാണ് ഈ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കവിതയിലേക്ക് വരാം. അപ്പോൾ ഈ കവിത ഒരു ഡബിൾ മീനിങ് ഉള്ള കവിതയാണ്. അതായത് അത് ആദ്യം വായിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ലെവലിൽ ഒരർത്ഥവും എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഡീപ്പായിട്ടുള്ള മറ്റൊരു മീനിങ്ങും ഈ കവിതയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഞാൻ വായിക്കാം. അപ്പോൾ ചാപ്റ്റേഴ്സ് 14 ദ റോഡ് നോട്ട് ടേക്കൺ, അതായത് യൂസ് ചെയ്യാത്ത റോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അധികം ആരും ഉപയോഗിക്കാത്ത റോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചൂസ് ചെയ്യാത്തത്, അതായത് തിരഞ്ഞെടുക്കാത്ത റോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. യു മസ്റ്റ് ഹാവ് ഹാഡ് ടു മേക്ക് ചോയ്സസ് സംടൈംസ്. ഡിഡ് യു എവർ ഫീൽ അൺഷുവർ ഓഫ് യുവർ ചോയ്സ്? അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒരു കാര്യം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അതായത് ചോയ്സുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കും? അപ്പോൾ 2 ചോയ്സ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ എങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്? അപ്പോൾ ഈ ചൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ചോയ്സ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവും. എന്നാൽ ഒരു റോങ് ഡിസിഷൻ ആണ് നമ്മൾ എടുത്തതെങ്കിൽ നമുക്ക് പലതരം ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ കവിതയുടെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാസ് ഇറ്റ് ബിക്കോസ് യു ഡിഡ് നോ വാട്ട് യുവർ ചോയ്സ് വുഡ് ലീഡ് യു ടു? അപ്പോൾ നമ്മളൊരു ചോയ്സ് എടുക്കുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ എവിടെ എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് അറിയില്ല. ദ പോയറ്റ് ഇൻ ദ പോം ദ റോഡ് നോട്ട് ടേക്കൺ ഈസ് അറ്റ് ക്രോസ് റോഡ്സ്. അപ്പോൾ നമ്മൾ ഈ കവിതയിൽ നമ്മുടെ കവി ഒരു ക്രോസ് റോഡ്സിൽ വന്ന് നിൽക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിങ്ങനെ വരികയാണ്. ആ സമയത്താണ് ഈ വഴി 2ആയിട്ട് വേർപിരിയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏത് വഴിയാണ് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. There are 2 roads and he has to choose one. എന്നാൽ ഏതെങ്കിലും ഒരു റോഡ് ചൂസ് ചെയ്യുക തന്നെ വേണം. റീഡ് ദ പോം അലൗഡ് ആൻഡ് എൻജോയ് ഇറ്റ്സ് റിതം. അപ്പോൾ ഇനി നമുക്ക് ഈ കവിത വായിക്കാം, അതിൻ്റെ റിതം എൻജോയ് ചെയ്യാം. റിതം എന്ന് പറഞ്ഞാൽ താളം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കവിത 4 സ്റ്റാൻസ മാത്രമുള്ള ഒരു കവിതയാണ്. ഓരോ സ്റ്റാൻസയിലും 5 വരികൾ വീതമുണ്ട്. അപ്പോൾ ഈ കവിതയ്ക്കൊരു താളമുണ്ട്. ഈ കവിതയ്ക്ക് ഒരു റൈം സ്കീമുണ്ട്. അതായത് ഓരോ ലൈനും എൻഡ് ചെയ്യുന്ന വാക്കുകൾ തമ്മിൽ സൗണ്ടുകളിൽ ഒരു ചേർച്ചയുണ്ട്. അതിനെയാണ് റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് വരാം. 2 roads diverged in a yellow wood, and sorry I could not travel both, and be one traveler long I stood, and looked down one as far as I could, to where it bent in the undergrowth, then took the other just as fair, and having perhaps the better claim, because it was grassy and wanted wear, though as for that the passing there had warned them really about the same, and both that morning equally lay in leaves
no step had trodden black. Oh, I kept the first for another day. Yet, knowing how way leads on to way, I doubted if I should ever come back. I shall be telling this with a sigh somewhere ages and ages hence. Two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. ഇത്രയുമാണ് കവിത. അപ്പോൾ ഈ കവിത ശ്രദ്ധിച്ചവർക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കവിതയിൽ എന്താണുള്ളത്? നമ്മുടെ കവി റോബർട്ട് ഫ്രോസ്റ്റ് ഒരു വഴിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വഴി, നടന്നു പോകുന്ന വഴി പെട്ടെന്ന് രണ്ടായിട്ട് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏത് റോഡിലേക്ക് കടക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിട്ട് മാറി. അപ്പോൾ അവിടെ നിന്ന് കവി കുറേ സമയം ഇങ്ങനെ കൺഫ്യൂഷനോടുകൂടി പലതും ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ വഴിയിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കുമ്പോൾ രണ്ട് വഴിയിലും ഇലകൾ വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇലകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഇലകൾ ചവിട്ടിക്കൊണ്ട് മറ്റ് യാത്രക്കാർ അവിടെ കൂടെ കടന്നു പോയതായിട്ട് മനസ്സിലാവും. പക്ഷേ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ കരിയിലകളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രണ്ട് വഴിയിലും ഇലകൾ അധികം ചവിട്ടി മെതിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറയുമ്പോൾ രണ്ട് വഴിയിലും ആൾക്കാർ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ചിലപ്പോൾ അന്ന് കുറച്ചു മുമ്പ് വീണുപോയ ഇലകളായിരിക്കും. കാരണം ഈ കവിതയിൽ ഓട്ടം സീസണിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓട്ടം സീസണാണ്, അതായത് ഇല പൊഴിയുന്ന സമയമാണ്. അപ്പോൾ ധാരാളം ഇലകൾ എപ്പോഴും വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ വഴിയിൽ ഒരുപാട് ആൾക്കാർ കടന്നു പോയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഏത് വഴിയിൽ കയറണമെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന കവിയാണ്. ആ സമയത്ത് അദ്ദേഹം പലതും ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, രണ്ട് വഴിയിൽ നോക്കിയിട്ട് വലിയ കുഴപ്പം കാണുന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഒരു വഴിയിൽ നോക്കുമ്പോൾ തോന്നുന്നു ഈ വഴി അധികം ആൾക്കാർ പോയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ആ വഴിയിൽ കുറേ പുല്ലൊക്കെ വളർന്നു നിൽപ്പുണ്ട്. അതിൻ്റെ അർത്ഥം അധികം ആൾക്കാർ അതുവഴി ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അധികം ആൾക്കാർ ട്രാവൽ ചെയ്യാത്ത ഒരു വഴി എന്ന് പറയുമ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനൊരു വഴി ചൂസ് ചെയ്യത്തുള്ളൂ. സാധാരണ മനുഷ്യരൊക്കെ എങ്ങനെയാണ്? എല്ലാവരും പോകുന്ന വഴി മാത്രം സഞ്ചരിക്കുന്നവരാണ് സാധാരണ മനുഷ്യർ. എന്നാൽ ആരും പോയിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ലോകത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരു 10th കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ 12th കഴിയുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻജിനീയറിങ്ങിനാണ് പോയത്, അതുകൊണ്ട് ഞാനും എൻജിനീയറിങ്ങിന് പോകുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങോട്ടാണ് പോയത്, അങ്ങോട്ടേക്ക് നമുക്കും പോകാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. എന്നാൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമാണ് അധികം ആൾക്കാർ സഞ്ചരിച്ചിട്ടില്ലാത്ത അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ലോകത്തിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള ആൾക്കാർ, അവരെല്ലാം അധികം ആരും സഞ്ചരിക്കാത്ത വഴികൾ തിരഞ്ഞെടുത്ത ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മുടെ കവി ലാസ്റ്റ് അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത വഴി എന്ന് പറഞ്ഞ് ഒരു വഴിയെ ചൂസ് ചെയ്യുന്നു. ആ വഴിയിലൂടെ അദ്ദേഹം പോവാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഈ കവിത എൻഡ് ചെയ്യുന്ന സമയത്ത് റോബർട്ട് ഫ്രോസ്റ്റ് പറയുകയാണ്, ഏജസ് ആൻഡ് ഏജസ്, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഞാൻ എവിടെയാണോ എത്തിച്ചേർന്നിരിക്കുന്നത്, ആ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു ആരും സഞ്ചരിക്കാത്ത പാത ചൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനൊരു സക്സസ്സിൽ അല്ലെങ്കിൽ അങ്ങനൊരു പൊസിഷൻ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് ഒരുപക്ഷെ ചിന്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തെ വരി ഇങ്ങനെയാണ്: 2 roads diverged in a yellow wood. അപ്പോൾ രണ്ട് വഴികൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡൈവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇൻ എ യെല്ലോ വുഡ്, വുഡ് എന്ന് പറഞ്ഞാൽ കാടെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ കാടിന് മഞ്ഞ നിറമാണ്. അതിന് കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഓട്ടം സീസൺ, സ്പ്രിങ് കഴിഞ്ഞ് ഓട്ടം സീസൺ വരുമ്പോൾ മരങ്ങളൊക്കെ മഞ്ഞ കളറ്, ഓറഞ്ച് കളറ്, റെഡ് കളറ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള കാടുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഓട്ടം സീസണിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞ
കാട്ടിലാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാട്ടിലൂടെയുള്ള വഴിയാണ് രണ്ടായിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത്. ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്, എന്നാൽ എനിക്ക് രണ്ട് വഴിയിലും കൂടെ ഒരു സമയത്ത് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ബി വൺ ട്രാവലർ ലോങ് ഐ സ്റ്റുഡ്, അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ കുറേ നേരം നിന്നു. ആൻഡ് ലുക്ക് ഡൗൺ ആസ് ഫാർ ആസ് ഐ കുഡ്, എന്നിട്ട് ഞാനിങ്ങനെ എത്തി നോക്കി, ആ വഴിയുടെ എത്ര വരെ എനിക്ക് കാണാൻ പറ്റും അത്ര വരെ ഞാനിങ്ങനെ എത്തി നോക്കി, അതായത് ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്ന് ഞാൻ നോക്കി. ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ് ടു വേർ ഇറ്റ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത്. അപ്പോൾ ഈ അണ്ടർഗ്രോത്തിലേക്ക് ഈ വഴി നീണ്ടു പോവുകയാണ്. ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ എത്തി നോക്കി. അണ്ടർഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അധികം ഹൈറ്റ് ഇല്ലാത്ത ചെടികൾ, അതായത് ഹെർബ്സ്, ഷ്രബ്സ്, അങ്ങനെയുള്ള പൊക്കമില്ലാത്ത ചെടികളെയാണ് അണ്ടർഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കാട്ടിലൊക്കെ ഈ ഭൂമി കവർ ചെയ്ത് നിൽക്കുന്ന ചെടികളാണ് അണ്ടർഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർഗ്രോത്തിൽ എവിടെയോ ആ വഴി ഇങ്ങനെ വളഞ്ഞങ്ങ് പോവുകയാണ്, അതിൻ്റെ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അടുത്ത സ്റ്റാൻസ. Then took the other just as fair and having perhaps the better claim. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് ഒരു വഴി ഇഷ്ടപ്പെട്ടു. And took the other just as fair എന്ന് പറഞ്ഞാൽ ഒരുവിധം കൊള്ളാം എന്നെനിക്ക് ഒരു വഴി കണ്ടപ്പോൾ എനിക്ക് തോന്നി. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലെയിം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ അപ്പീലിംഗ് ആയിട്ട്, അതായത് എൻ്റെ മനസ്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു വഴിയാണ്. ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ. അതിന് കാരണം എന്താണ്? ആ വഴിയിൽ ധാരാളം പുല്ല് വളർന്ന് നിൽപ്പുണ്ട്. ആൻഡ് വാണ്ടഡ് വെയർ, അതിന് ആ വഴി നടക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. വെയർ ആൻഡ് ടയർ എന്നുള്ള ആ ഒരു പ്രയോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ അധികം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴിയാണ് അത്. ആ വഴിയിൽ കൂടുതലായിട്ട് കാൽപാദങ്ങൾ പതിയേണ്ട ആവശ്യം ഉണ്ട്, വെയർ ആവശ്യമുണ്ട്. wanted where, though as for that the passing there had warned them really about the same. എന്നാൽ ഒരു സംശയമുണ്ട്. though as for that the passing there had warned them really about the same. എന്നാൽ പിന്നെ നോക്കുമ്പോൾ ഒരു സംശയമുണ്ട്. അതായത് ഈ രണ്ട് വഴിയും ഒരുപോലെ ആൾക്കാർ ഒരുപോലെ തന്നെ ഉപയോഗിച്ചതാണോ, ഇനി ഒരു വഴി അധികം യൂസ് ചെയ്യാത്തതാണോ എന്ന് വീണ്ടും കൺഫ്യൂഷനിൽ കവി അവിടെ നിൽക്കുകയാണ്. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ്, നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. കാരണം എന്താണ്? രണ്ട് വഴിയിലും വീണ് കിടക്കുന്ന ആ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഇലകൾ, ആ ഇലകളൊന്നും ചതഞ്ഞരഞ്ഞ് ബ്ലാക്ക് കളർ ആയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം, ഏതാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴി, ഏതാണ് അധികം ആരും യൂസ് ചെയ്യാത്ത വഴി, ആ വഴിയാണ് എനിക്ക് പോകേണ്ടത്. ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. ട്രെഡ്, TRED, ട്രെഡിൻ്റെ തേർഡ് ഫോമാണ് ട്രോഡൻ. അപ്പോൾ ട്രെഡ് എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ് അർത്ഥം. അതായത് ആൾക്കാർ നടന്ന് ബ്രൗൺ കളറിലുള്ള കരിയിലകൾ ബ്ലാക്ക് കളറായിട്ട് ചതഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, ഏത് വഴിയാണ് ലെസ് ട്രാവൽഡ്, അധികം ആരും കടന്നു പോകാത്ത വഴി ഏതാണ് എന്നാണ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കേണ്ടത്. ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി, ഒരു വഴി ഞാൻ ഇനി വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ. അദ്ദേഹത്തിന് അറിയാം, അതായത് ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് ലീഡ് ചെയ്തു പോകും, ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ട് പോകും. ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. അതുകൊണ്ട് എനിക്കറിയില്ല, ഞാനിപ്പോൾ ചൂസ് ചെയ്ത വഴി എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകും എന്നെനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ട്, ഞാൻ തിരിച്ചു വരുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ്, ഞാൻ ആദ്യത്തെ വഴി ഞാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു, പക്ഷേ ഞാൻ ഈ വഴി സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ, അപ്പം ഞാൻ തിരിച്ചു വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടുത്തത് ലാസ്റ്റ് സ്റ്റാൻസ. I shall be telling this with a sigh somewhere ages and ages hence. അപ്പോൾ ages and ages എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പക്ഷേ ഒരു സൈ ഓടുകൂടി, SIGH സൈ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഒരു നെടുവീർപ്പോടുകൂടി പറയുന്നുണ്ടാകും,
roads diverged in a wood and I took the one less traveled by. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ പറയുന്നുണ്ടാകും, ഒരു ഞാൻ സഞ്ചരിച്ചിരുന്ന വഴി, 2 roads diverged in a wood, ഒരു കാട്ടിൽ വെച്ച് വഴി രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? I took the one less traveled by. അധികം ആരും സഞ്ചരിക്കാത്ത ഒരു വഴി ഞാൻ ചൂസ് ചെയ്തു. And that has made all the difference. അതുകൊണ്ടാണ് എല്ലാ മാറ്റവും സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സർഫസ് ലെവലിലെ മീനിങ് എങ്കിലും അതിൻ്റെ ഇന്നർ മീനിങ് നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു മീനിങ്. അപ്പോൾ ഈ കവിത യഥാർത്ഥത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് തൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള എഡ്വേർഡ് തോമസിന് എഴുതിയ ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിത ഒരു ട്രിക്കി പോയമാണ് എന്നാണ് അദ്ദേഹം പോലും പറയുന്നത്. അതായത് ഈ കവിത വായിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ട്രിക്കുകളുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മീനിങ് ഒന്നാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വേറൊരു മീനിങ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പോം എത്ര വർഷമായിട്ടും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോമാണ്. എല്ലാ വർഷവും ഒരു 12th 10th 9th ലെവലിലെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ പോയം പഠിക്കാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. കാരണം അവരുടെ ലൈഫിൽ അവർ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോം എല്ലാ വർഷവും ആ ഒരു ഹയർ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടും. കാരണം ജീവിതത്തിൽ ഡിസിഷൻ മേക്കിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പോമിൽ കവി പറഞ്ഞു തരുന്നത്. പിന്നെ ഈ കവിതയുടെ മറ്റ് ടെക്നിക്കൽ സൈഡുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കവിത ആദ്യം പറഞ്ഞതാണ്, ഈ കവിതയ്ക്കൊരു റൈം സ്കീമുണ്ട്. അതായത് ഓരോ ലൈനിൻ്റെയും അവസാനത്തെ വാക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിന് സൗണ്ടുകൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ നോക്കുകയാണെങ്കിൽ എൻഡ് വേർഡ്സ് മാത്രമാണ് നോക്കേണ്ടത്. വുഡ്, സ്റ്റുഡ്, കുഡ്, അങ്ങനെ 3 വാക്കുകളും ഒരേ സൗണ്ടാണ്. പിന്നെ ബോത്ത്, ഗ്രോത്ത്, അത് രണ്ടും ഒരേ സൗണ്ടാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഫെയർ, വെയർ, ദെയർ, ഈ 3 വാക്കുകളും ഒരേ സൗണ്ടാണ്. ക്ലെയിം, സെയിം, അത് മറ്റൊരു സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു കവിതയുടെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എ എ ബി, സി ഡി സി സി ഡി, ഇ എഫ് ഇ ഇ എഫ്, ജി എച്ച് ജി ജി എച്ച്, ഇതാണ് ഈ കവിതയുടെ റൈം സ്കീം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കവിതയിലുള്ള ലിറ്റററി ഡിവൈസുകളാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കവിതയിൽ മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊന്നാണ് എന്ന് പറയുന്ന ആ ഒരു പൊയറ്റിക് ഡിവൈസാണ് മെറ്റഫർ. അപ്പോൾ ഈ കവിത തന്നെ ഒരു മെറ്റഫറാണ് എന്ന് പറയുമ്പോൾ ഈ കവിത തന്നെ മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പോം ഇറ്റ്സെൽഫ് ഇസ് എ മെറ്റഫർ ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ ഒരു മെറ്റഫറാണ് ഈ ഒരു പോം. യഥാർത്ഥത്തിൽ ഇതിനകത്ത് 2 roads ഡൈവേർജിങ് ഇൻ ടു 2 എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വഴിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ മെറ്റഫർ വരുന്നത്. അടുത്തത് ഈ കവിതയിൽ പ്രധാനമായിട്ടുള്ളത് ഇമേജറി ആണ്. ഇമേജറി എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ എന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ ഒരു വരി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ തെളിയുകയാണെങ്കിൽ അത് ഒരു വിഷ്വൽ ഇമേജറിയാണ്. അതായത് നമ്മുടെ മനസ്സിലൊരു പിക്ചർ തെളിയുകയാണെങ്കിൽ വിഷ്വൽ ഇമേജറി. അപ്പോൾ ഇതിനകത്ത് ധാരാളം വിഷ്വൽ ഇമേജറി ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, യെല്ലോ വുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മഞ്ഞ നിറമുള്ള കാട് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതൊരു ബിംബമാണ്, ഒരു ഇമേജ് ആണ്. പിന്നെ ആ ഒരു ലീവ്സ്, നിലത്ത് വീണ് കിടക്കുന്ന ലീവ്സിനെ പറ്റിയൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോരോ ചിത്രങ്ങൾ വരികയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇമേജറിയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് സിമിലി വരുന്നുണ്ട്. അപ്പോൾ സിമിലി വരുന്നത് ആസ് ജസ്റ്റ് ആസ് ഫെയർ എന്ന് വരുന്ന ആ ഒരു ലൈനിലാണ് സിമിലി വരുന്നത്. അപ്പോൾ സിമിലി എന്ന് പറയുമ്പോൾ ആസ് അല്ലെങ്കിൽ ലൈക്ക്, ഈ 2 വേർഡ്സും വന്നാൽ അവിടെ സിമിലിയാണ് വരുന്നത്. അതായത് ഒന്ന് പോലെ മറ്റൊന്ന് എന്നൊക്കെ പറയുമ്പോഴാണ് സിമിലി വരുന്നത്. അപ്പോൾ ഇവിടെ ആസ് ജസ്റ്റ് ആസ് ഫെയർ എന്ന് പറയുമ്പോൾ ആ ഒരു റോഡ് നല്ലതുപോലെ തോന്നുന്നു, നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നിടത്ത് ഇവിടെ സിമിലി വരുന്നുണ്ട്.
പിന്നെ വരുന്നത് അസൊണൻസ് എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസാണ്. ASSONANCE അസൊണൻസ്. അസൊണൻസ് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൈനിൽ വരുന്നതാണ് അസൊണൻസ്. വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ, ഓ, എ, ഇ എന്നൊക്കെ പറയുന്നതാണ് വവൽ സൗണ്ടുകൾ. വവൽ ലെറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്, സൗണ്ടുകളാണ്. അപ്പോൾ ഇവിടെ ദോ, ആസ്, ഫാർ, ദാറ്റ്, ദ പാസിങ് എന്ന് പറയുന്നിടത്ത് ആ എന്നുള്ള ശബ്ദവും ഓ എന്നുള്ള ശബ്ദവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അസൊണൻസ് ആണ് വരുന്നത്. അടുത്തതായിട്ട് ഇതിനകത്ത് കോൺസണൻസ് എന്ന് പറയുന്ന ഒരു ലിറ്റററി ഡിവൈസ് വരുന്നുണ്ട്. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ കോൺസണൻ്റ് സൗണ്ട് ഒരു വരിയിൽ പല വാക്കുകളിൽ ഒരേ കോൺസണൻ്റ് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വേറൊരു കാര്യമുണ്ട്, അലിട്രേഷൻ. അലിട്രേഷനും റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. എന്നാൽ അലിട്രേഷനും കോൺസണൻസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അലിട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വേർഡിൻ്റെ തുടക്കത്തിലാണ് കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. എന്നാൽ കോൺസണൻസ് എന്ന് പറയുമ്പോൾ കോൺസണൻറ്റ് സൗണ്ട് വാക്കിൻ്റെ ഏത് ഭാഗത്തും വരും. അതിനെയാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റോഡ്സ് ഡൈവേർജിങ് ഇൻ യെല്ലോ വുഡ് എന്ന് പറയുന്നിടത്ത് ഡ് എന്ന് പറയുന്ന കോൺസണൻറ്റ് സൗണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. റോഡ്സ് ഡൈവേർജിങ് ഇൻ യെല്ലോ വുഡ്, അതാണ് ഇവിടുത്തെ കോൺസണൻസിൻ്റെ എക്സാമ്പിൾ. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള ഒരു വസ്തുവിൻ്റെ സവിശേഷത കൽപ്പിച്ചു കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ വരുന്നത് സെക്കൻഡ് സ്റ്റാൻസയിൽ 3ാമത്തെ ലൈനിലാണ്. ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ. അപ്പോൾ ഇവിടെ റോഡിനെ പറ്റി പറയുകയാണ്. റോഡ് പുല്ല് വളർന്നു കിടക്കുന്ന റോഡാണ്. ആൻഡ് വാണ്ടഡ് വെയർ, ആ റോഡിന് വെയർ ആൻഡ് ടയർ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ നടന്ന് ആ റോഡൊന്ന് ചതയേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നിടത്താണ് പേഴ്സോണിഫിക്കേഷൻ വരുന്നത്. അതായത് റോഡ് ഒരു ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റാണ്, ജീവനില്ലാത്തതാണ്. അപ്പോൾ അതിന് ജീവനുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു സവിശേഷത കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പോയത്തിൻ്റെ മീറ്റർ പറയുകയാണെങ്കിൽ ഇതിൽ അയാംബിക് ടെട്രാമീറ്റർ ആണ് വരുന്നത്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ്. മീറ്റർ എന്ന് പറയുമ്പോൾ ആ കവിതയുടെ ഓരോ വരിയുടെയും താളക്രമമാണ് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാംബിക് ടെട്രാമീറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം അൺസ്ട്രെസ്ഡ് സിലബിള്, പിന്നെ സ്ട്രെസ്ഡ് സിലബിള്, പിന്നെ അൺസ്ട്രെസ്ഡ്, പിന്നെ സ്ട്രെസ്ഡ്, അങ്ങനെ വരുന്നതിനെയാണ് അയാംബിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അയാംബിക്, ടെട്ര എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ 4 പെയർ അയാംബിക് സിലബിൾസ് വരുന്നതിനെയാണ് അയാംബിക് ടെട്രാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ഇപ്പം പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഈ കവിതയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.